തെരുവിൽ വഷളന്മാർ കൈനീട്ടിയോ കണ്ണിറുക്കിയോ അധിക്ഷേപിച്ചാൽ പ്രതികരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്നെയൊക്കെ ആരെങ്കിലും നോക്കുമോ, അവളൊരു ഭൂലോക രംഭ എന്ന്. കടുത്ത ശാരീരിക അധിക്ഷേപത്തിലൂടെ ചോദ്യം ചെയ്യാനുള്ള ചോദനയെ തന്നെ ഇല്ലാതാക്കുന്ന ക്രിമിനൽ ബുദ്ധി ശൈലജ ടീച്ചർക്ക് നേരെ ആദ്യം മുതൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നും സ്ത്രീകളുടെ പ്രായത്തെ, അവർ ആർജിച്ചെടുത്ത ബഹുമാനത്തെ, പ്രതിഭയെ ഒക്കെ ബഹുമാനിക്കുന്ന കൂട്ടമാണ് വ്യാജ നിർമ്മിതികളുമായി കളം നിറയുന്ന ക്രിമിനലുകൾ എന്ന്. ഇനി മഞ്ജു വാര്യർ, അവരുടെ വീഡിയോ നിർമ്മിക്കാൻ ആർക്കും അധികാരമുണ്ടെന്നാണോ? പൊതുവിടത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന സൗകുമാര്യമുള്ള സ്ത്രീകൾ ഇത്തരം വഷളത്വങ്ങൾക്ക് ഇരയാകാൻ സ്വയം തയ്യാറായവരാണ് എന്നതാണോ KS ഹരിഹരൻ ഇക്കാലം അത്രയും കൊണ്ട് ആർജിച്ചെടുത്ത പൊതുബോധം? അത് പറയാൻ ഉളുപ്പില്ലാത്ത സ്വാതന്ത്ര്യമുള്ള വേദിയാണോ UDF-ന്റേത്? അത് കേട്ടു കൈയടിക്കാനും ചിരിക്കാനും നിന്ന ഉളുപ്പില്ലാത്തവരുടെ കൂട്ടമാണോ വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ മൊത്തക്കച്ചവടക്കാർ? നിരന്തരാധിക്ഷേപങ്ങൾക്കിരയാകുമ്പോഴൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തുന്ന KK രമയെ കേരളം എത്ര തവണ ചേർത്തു പിടിച്ചിരിക്കുന്നു. അവർ നേതൃത്വം നൽകുന്ന RMPയിൽ നിന്നാണ് ഈ തികഞ്ഞ സ്ത്രീ വിരുദ്ധത തികട്ടി വന്നിരിക്കുന്നത്. ആ വേദിയിൽ ഒരാൾ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വമ്പന്മാർ കൊമ്പന്മാർ ആരെങ്കിലും ഒരാൾ തിരുത്തിന്റെ ഒരൊറ്റ വാക്കു പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് KS ഹരിഹരന്റെ നാക്കുപിട ഉണ്ടായില്ല എന്നതുകൊണ്ട് UDF-ന്റെ രാഷ്ട്രീയ ബോധ്യത്തിനേറ്റ തീരാ കളങ്കം ഖേദിച്ചാൽ തീരുമോ? KS ഹരിഹരന്റേത് UDF ബോധ്യമോ? നിൽക്കക്കള്ളിയില്ലാത്ത മാപ്പ് നിലപാടോ? വിവാദ പ്രസ്താവന വിദ്വേഷത്തിന്റെ തുടർച്ചയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, ശ്രീ മുഹമ്മദ് അഫ്സൽ DYFIയിൽ നിന്ന്, ശ്രീ MN കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. വടകര തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു വൈകുന്നേരമാണ് KK ശൈലജ എന്ന കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തക വലിയ വികാര വായ്പോടുകൂടി തനിക്കെതിരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ അധിക്ഷേപങ്ങൾക്ക്, അതിലെ രാഷ്ട്രീയ അധിക്ഷേപം എന്നല്ല പറയേണ്ടത്, അധിക്ഷേപങ്ങൾക്കെതിരെ കേരളത്തോട് ശബ്ദിച്ചത്. അതേ തുടർന്ന് വലിയ വിവാദങ്ങളുണ്ടായി. UDF അത് ചെയ്യുന്ന ആളുകൾക്ക് UDF-മായി ഒരു ബന്ധവുമില്ല എന്നത് തള്ളിപ്പറഞ്ഞു. അത് നുണ ബോംബാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കയ്യിലിരുന്ന് പൊട്ടിപ്പോയി എന്ന് പ്രതിരോധിച്ചു. വലിയ തോതിൽ UDF-ന് തട്ടുകേടില്ലാതെ വടകര തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് UDF-ന്റെ ആത്മവിശ്വാസം. അത്ര വലിയൊരു ആരോപണം ഉയർന്നിട്ട് പോലും. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ട് പെട്ടിയിലായിരിക്കുന്നു. LDF-ന്റെ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ നടന്ന UDF-ന്റെ ഒരു പൊതുപരിപാടിയുടെ വേദിയിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വേദിയിലിരിക്കെയാണ് KS ഹരിഹരന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സ്ത്രീ വിരുദ്ധമായ ഹീനമായ പരാമർശമുണ്ടായത്. ശ്രീ KP നൌഷാദ് അലി, ഇത് UDF-ന്റെ രാഷ്ട്രീയ ബോധ്യമാണോ? മാധു, UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യവും ബോധവും ഒക്കെ വളരെ കൃത്യമാണ്. ഇവിടെ UDF-ന്റെ വേദിയിൽ വെച്ച് KS ഹരിഹരൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു വീഴ്ച സംഭവിച്ചു. അത് അക്ഷന്തവ്യമായൊരു വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെല്ലാവരും അതിനെ തള്ളിപ്പറഞ്ഞു. ഈ ഹരിഹരൻ തന്നെ അതിലെ തെറ്റ് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അത് തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. മനുഷ്യരാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ പറ്റുമ്പോൾ പിന്നെ ചെയ്യാനുള്ളത് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമാപണം നടത്തുകയും വീണ്ടും അത് ആവർത്തിക്കില്ല എന്ന് സ്വയം ഉറപ്പുവരുത്തുകയൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ ഹരിഹരൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് കരുതി അദ്ദേഹം പറഞ്ഞ ആ പിഴവിനൊരു പരിഹാരമല്ല എന്നുള്ളതും ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ പിഴച്ചുപോയി, വാക്ക് പിഴച്ചുപോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും അടുത്ത ഉചിതമായ നടപടി എന്താണെന്ന് വെച്ചാൽ അത് ഹരിഹരൻ ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങളൊക്കെ ഹരിഹരനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും പുതിയ കറൻറ്റ് പൊസിഷൻ. പിന്നെ ഹരിഹരൻ ചെയ്തത് അത് തീർച്ചയായിട്ടും അദ്ദേഹം മാപ്പ് പറയാനും തിരുത്താനും ഖേദം പ്രകടിപ്പിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളത് മറ്റു പലരും മുൻകാലങ്ങളിൽ എവിടെയും ചെയ്യാത്ത ഒന്നാണ്. അത്തരമൊരു സാഹചര്യം കൂടി നമുക്ക് വിലയിരുത്തി വേണം ഹരിഹരനെ ഇത്തരത്തിലൊരു വിഷയത്തിൽ നമുക്ക് സമീപിക്കാൻ എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഇവിടെ VS അച്യുതാനന്ദൻ സിന്ധു ജോയിക്കെതിരെയും, VS അച്യുതാനന്ദൻ ലതിക സുഭാഷിനെതിരെയും, G സുധാകരൻ ഷാനിമോൾ ഉസ്മാനെതിരെയും, അച്ചു ഉമ്മനെ സെക്രട്ടേറിയറ്റിലെ നേതാവും, പിന്നെ MM മണി അവിടുത്തെ സ്ത്രീകളെപ്പറ്റിയും ഉദ്യോഗസ്ഥകളെപ്പറ്റിയും
നിയമസഭക്കകത്ത് കെ രമയെപ്പറ്റിയും പിന്നെ എ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കെ നായനാർ അമേരിക്കയിൽ വിശേഷം പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ ആൾ കൂടുന്നത് സാരി കാണാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. SFI നേതാവ് മാറി നിക്കടി പലച്ച് നിനക്ക് വയറ്റിലുണ്ടാക്കി തരുമെന്ന് പരസ്യമായിട്ട് ആക്രോശിച്ചിട്ടുണ്ട് തൻ്റെ മുന്നണിയിൽപ്പെട്ട പിന്നെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകയോട്. ജാതിപ്പേരുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട്. അദ്ദേഹമൊക്കെ എവിടെയെങ്കിലും തിരുത്തിയതായിട്ട് നമുക്കറിയില്ല. ആ കേസൊക്കെ അവസാനിച്ചതായിട്ട് വ്യാജ സത്യവാങ്മൂലം നൽകിയതിനെ എതിർത്തുകൊണ്ടും അതിനെ നിരാകരിച്ചുകൊണ്ടും ആ ഇരയായ പെൺകുട്ടി മുന്നോട്ട് വന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ധാർഷ്ട്യവും എണ്ണം പറഞ്ഞതിൽ കോൺഗ്രസിന്റെ UDF നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൽ പോലും ഒരുതരം ബാലൻസിങ്ങിന്റെ തന്ത്രം പയറ്റുന്നുണ്ട്. അത് ഇന്ന് ഈ പറയുന്ന ഇത്രയും വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് രാഷ്ട്രീയ രക്ഷ നേടാനുള്ള ഒരു ശ്രമം മാത്രമായി പരിമിതപ്പെട്ടു പോകുമെന്ന് അങ്ങേക്ക് മനസ്സിലാകാനിട്ടല്ല. ശ്രീ KP നൗഷാദ് അതവിടെ നിൽക്കട്ടെ. ശ്രീ KS ഹരിഹരൻ, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. എനിക്കും ശ്രീ KP നൗഷാദിലേക്കും ഒക്കെ നാക്കുപിഴ പറ്റി പ്രധാനമായും ഈ പ്രോംപ്റ്റർ അനുസരിച്ചൊന്നുമല്ല നമ്മൾ ഈ ചർച്ചകളിൽ രാഷ്ട്രീയ വേദികളിലൊന്നും സംസാരിക്കുന്നത്. അപ്പോൾ പിഴവ് പറ്റും. ഈ പിഴവ് പറ്റിയിട്ട് തിരുത്തി എന്ന് പറയുന്നത് ഒരു മഹാകാര്യമായി പറയുമ്പോൾ എത്ര മണിക്കൂറുകൾക്ക് ശേഷം വലിയ കൊമ്പന്മാർ അണിനിരന്ന വേദിയായിരുന്നല്ലോ. ആ വേദിയിൽ അരാഷ്ട്രീയമായ ഒരു സംഭവം ഉണ്ടായിട്ട് അപ്പോൾ എഴുന്നേറ്റ് പറയാത്ത എന്താ പരാമർശം പിൻവലിക്കണമെന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നല്ലോ, ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ രാഷ്ട്രീയ ബോധ്യമാണ് കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ശ്രീ KP നൗഷാദ്, ഇവിടെ പിന്നെ മാധു, ഞാൻ KS ഹരിഹരനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്. പഴയ ദേശാഭിമാനി ജീവനക്കാരനാണ്. ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് വടകര പരിപാടി കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ, വള്ളിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറത്ത്, അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ അദ്ദേഹം അതിനെതിരെയുള്ള തൻ്റെ ഖേദവും തൻ്റെ ക്ഷമാപണവും ഒക്കെ രേഖപ്പെടുത്തുന്ന വിവിധങ്ങളായ പ്രസ്താവനകളും പിന്നെ ഫേസ്ബുക്ക് ഇടപെടലുകളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ തെറ്റ് പറ്റിയതിൻ്റെ വലിയ മനസ്താപത്തിലാണ്, പശ്ചാത്താപത്തിലാണ്, ഖേദത്തിലാണ്. അപ്പോഴത്തേക്കൊക്കെ കാര്യങ്ങൾ ഏറെ കൈവിട്ടു പോയിരുന്നു. ശ്രീ KP നൗഷാദിനെ അല്ലല്ല, ഒരു വിവരം കേരളമാകെയോ ലോകമാകെയോ പടരാൻ ഈ പറയുന്ന മണിക്കൂറുകളുടെ ഇടവേളയൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അത് തീ കൊളുത്തി വിട്ട ഒരു റോക്കറ്റ് പോലെ അത്രമേൽ കേരളം മുഴുവൻ, മലയാളം അറിയുന്ന സകല മനുഷ്യരിലേക്കും പടർന്നു കഴിഞ്ഞതിന് ശേഷം നിൽക്കക്കള്ളിയില്ലാത്ത ക്ഷമാപണമായിരുന്നു. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പോലും ഈ ഖേദത്തിന്റെ, അടിയുറച്ച ഒരു ഖേദത്തിന്റെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുന്ന ഒരുതരം ധാർഷ്ട്യമ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് ഈ ഇത്രയും വലിയ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മനസ്താപത്തിൽ, മനസ്സറിഞ്ഞുള്ള വികാര വായ്പിലിരിക്കുന്ന ഒരാളുടെ ശബ്ദമോ വാക്കുകളോ ആയി എനിക്ക് തോന്നിയിട്ടില്ല. ശ്രീ KP നൗഷാദ്, ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ മുഹമ്മദ് അഫ്സൽ, വടകരയിൽ വിദ്വേഷത്തിന്റെ തുടർച്ച എന്നുള്ളതാണ് ഇന്ന് KP മോഹനെ പോലെയുള്ള CPM നേതാക്കൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ വടകരയിൽ ആദ്യം KP ശൈലജ ടീച്ചർ ഉന്നയിച്ച വളരെ വികാര വായ്പോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് പറഞ്ഞ വിഷയത്തെ ഏറെക്കുറെയൊക്കെ ഒരു നുണ ബോംബ എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനും തിരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തട്ടുകേടില്ലാതെ കാര്യങ്ങൾ കൈച്ചിലാക്കാൻ കഴിഞ്ഞു എന്നൊരു UDF ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കും തുടർച്ചയായ വിദ്വേഷം എന്ന് UDF-നെ തുറന്നു കാണിക്കാൻ കഴിയുന്ന ഒരു സംഭവ വികാസമായി ഇതിനെ പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ UDF-ന്റെ യഥാർത്ഥ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ UDF നടത്തിയിട്ടുള്ള സമ്മേളനത്തിനകത്ത് ഹരിഹരനിലൂടെ വന്ന വാക്കുകളെന്ന് പറയുന്നത്, ബോധ്യമെന്ന് പറയുന്നത് കേവലമായി ഹരിഹരൻ്റെ ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ RMPIയുടെ ഒരു അഭിപ്രായ പ്രകടനമോ അല്ല. അതൊരു UDF-ന്റെ അഭിപ്രായ പ്രകടനം തന്നെയാണ്. ഈ അഭിപ്രായ പ്രകടനം തന്നെയാണ് കഴിഞ്ഞ 2 മാസക്കാലമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ UDF-ന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും നടത്തി വരുന്നത്. ഇവിടെ എത്രമാത്രം മ്ലേച്ഛമായ നിലയിൽ, എത്രമാത്രം നമ്മുടെ സമൂഹത്തെ അപമാനിക്കുന്ന വിധത്തിലേക്കാണ് പ്രസ്താവന പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ലൈംഗിക ചേഷ്ടയോടുകൂടി അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപത്തോടു കൂടിയുള്ള പ്രസ്താവന നടക്കുന്നു. ലൈംഗിക അധിക്ഷേപത്തോടു കൂടിയുള്ള പ്രസ്താവന നടക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഏത് തരത്തിലാണ് പ്രതികരണം ഉണ്ടാവേണ്ടത്? അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി, അവിടെ MLA ആയിട്ടുള്ള KK രമ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളുണ്ട്. എന്താണ് അവർ അവിടെ സ്വീകരിച്ച സമീപനം? നിങ്ങളെല്ലാം ഇവിടെ വിഷ്വലിലൂടെ ഈ ഹരിഹരന്റെ പ്രസംഗം കേട്ട സമയത്ത് അവിടെ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം കണ്ടതല്ലേ?
എത്രമാത്രം മോശമായ നിലയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു എന്നൊക്കെയുള്ള പ്രചാരണം നടത്തി വരികയാണ്. ഇവിടെ ഇന്നലത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നാം കാണുന്നത് അവിടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് VD സതീശനാണ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ഒടുവിലാണ് ഇവിടെ UDFന്റെ വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ സംസാരിച്ചത്. ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഹരിഹരൻ ഇതാ മോശപ്പെട്ട ഒരു വർത്തമാനം പറഞ്ഞു, ഇത് UDFന്റെ അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമല്ല, ഇത് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് 2 മാസക്കാലമായി UDF ഈ വടകരക്കകത്ത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നാടിനകത്ത് നടത്തിയിട്ടുള്ള പ്രചാരണം. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന എന്ന നിലയിൽ ലെറ്റർ ഹെഡ് ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മാതൃഭൂമിയുടെ ലെറ്റർ ഹെഡ് ഉപയോഗപ്പെടുത്തി, മാതൃഭൂമിയുടെ എംബ്ലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന നിലയിലേക്കുള്ള പ്രസ്താവന, മീഡിയ വണ്ണിന്റെ എംബ്ലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവന, ഇവിടെ UDF നടത്തിയിട്ടുള്ള പ്രചാരണം നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം മ്ലേച്ഛമായ നിലയിൽ, വ്യാജമായ നിലയിൽ, രാഷ്ട്രീയം പറയാതെ ഇവിടെ ടീച്ചറെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഈ ടീച്ചറെ സംബന്ധിച്ച് ഞാൻ ഈ ചർച്ചക്കകത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ലോകം അറിയപ്പെടുന്ന മലയാളികളുടെ അഭിമാനമായ ടീച്ചർക്കെതിരായി ഇവർ വ്യക്തിപരമായ തെറ്റായ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് ഇതാ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ്, ഇസ്ലാമിക വിരുദ്ധയാണ് എന്ന നിലയിലുള്ള പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തില്ലേ? ഞാൻ എത്ര ഉദാഹരണം ഇവിടെ പറയാം. കേവലം റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണം. അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി ഇവിടെ വാട്സപ്പിനകത്ത്, ഫേസ്ബുക്കിനകത്ത്, നവമാധ്യമത്തിനകത്ത് തെറ്റായ നിലയിലുള്ള പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ UDF തയ്യാറായിട്ടുള്ളത്. UDFന്റെ യഥാർത്ഥ മുഖം ഇവിടെ ജനങ്ങൾ ഇതിലൂടെ ഇന്നലെ ഹരിഹരന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. എത്ര ഈ വിഷയത്തെ ഇത് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ശരി, പൂർത്തീകരിക്കൂ. ഈ എത്ര സുന്ദരമായിട്ടാണ് നൗഷാദ് അലി ഈ വിഷയത്തെ ഇങ്ങനെ പൊതുവൽക്കരിച്ച് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന LDFന്റെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന ഹരിഹരനെ ഈ സംരക്ഷിക്കുന്ന നിലയിലേക്ക്, ആ പ്രസ്താവനയെ സംരക്ഷിക്കുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ഈ വിഷയത്തെ തള്ളിപ്പറയുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ലാത്ത നിലയിലേക്ക് നമുക്ക് ഈ വിഷയത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് പകരം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുക, സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവിടെ മഞ്ജു വാര്യരുടെ ഫോൺ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ, എന്തിനാണ് ടീച്ചറെ ഫോൺ വീഡിയോ തയ്യാറാക്കുന്നത് എന്ന നിലയിലേക്കൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സമൂഹം നോക്കിക്കാണുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ വളരെ മോശമായ നിലയിൽ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് UDF നേതൃത്വം മുന്നോട്ട് വരുന്നത്. ശരി, ശ്രീ എം കാരശ്ശേരി, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ, വലിയ വാഗ്വാദങ്ങൾ, എന്തിന് രാഷ്ട്രീയവും മതവും വർഗീയതയും അടക്കമുള്ള കാര്യങ്ങൾ. വടകരയാണ് യഥാർത്ഥത്തിൽ വോട്ടുപെട്ടിയിൽ വീണിട്ടും വളരെ ആക്റ്റീവായി രാഷ്ട്രീയം നിരന്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെ കേരളത്തിൽ. പക്ഷെ അവിടെ ഇത് നോക്കൂ, നമുക്ക് ഇതിന് മുൻപുള്ള കാര്യങ്ങളിൽ അത് രാഷ്ട്രീയം എന്ന് പറയാം, ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയും? അപ്പോഴാണ് വലിയ വിമർശനം ശ്രീ ഷാഫി പറമ്പിലെതിരെ ഉണ്ടാകുന്നത്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടുപെട്ടിയിലായതിനു ശേഷമാണ് അദ്ദേഹം വർഗീയപരമായി തന്നെ കോർണർ ചെയ്തു എന്നൊരാരോപണം മുന്നോട്ട് വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തിയെന്ന്. ഇതിനു മുൻപ് എന്തുകൊണ്ട് ഷാഫി അത് പറഞ്ഞില്ല എന്നൊരു ചോദ്യം അന്നുണ്ടാകുന്നുണ്ടായിരുന്നു. അതേപോലെ ഈ വേദി നോക്കൂ, ഈ വേദിയിൽ ഷാഫി അതിനെ തള്ളി പറയുന്നില്ല. അതിനുശേഷം അവിടുത്തെ കയ്യടിയും നികൃഷ്ടമായ ചിരിയും കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോഴും അതിനെ തള്ളി പറയുന്നില്ല. ഒക്കെ കഴിഞ്ഞ് ഇതങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴത്തെ കയ്യടിയും വാങ്ങി പോക്കറ്റിൽ വെച്ചിരിക്കുന്നു, എന്നിട്ട് അതിനെ തള്ളി പറയുന്നു. മാധു അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവനയാണ് ശ്രീ KS ഹരിഹരൻ ചെയ്തത്. അത് നമുക്കൊക്കെ അവമാനമാണ്. അത് ഏത് നേതാവ് ചെയ്താലും അത് തീർച്ചയായിട്ടും മലയാളികൾക്ക് സ്ത്രീകളെ ബഹുമാനിക്കാനും പരിഗണിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വരുന്നതാണ്. അത് UDFന് വലിയ
മാനക്കേടുണ്ടാക്കും. പിന്നെ തീർച്ചയായിട്ടും ആ സ്റ്റേജിൽ വെച്ച് ഒരു നേതാവും കോൺഗ്രസിൻ്റെയോ RMPയുടെയോ മുസ്ലിം ലീഗിൻ്റെയോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ആരിൽ ഒരാൾ പോലും അവിടെ വെച്ച് അത് പറഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായൊരു വീഴ്ചയാണ്. കാരണം ആ പ്രസ്താവന ഞാനത് കണ്ടു, ഹരിഹരൻ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ മാധു ചൂണ്ടിക്കാണിച്ച മാതിരി അത് പൊട്ടിച്ചിരിക്കാനും കൈയടിക്കാനും അനുമോദിക്കാനും ആസ്വദിക്കാനും ആളുണ്ട് എന്നുള്ളത് എന്തൊരു നാണക്കേടാണ്. ആ സമയത്ത് അത് പറയുന്ന സമയത്ത് അവിടെ ഒരാൾക്കും അത് മനസ്സിലായില്ല എന്നോ, അതൊക്കെ വളരെ വളരെ കഷ്ടമാണ്, യാതൊരു സംശയമില്ല. അതിപ്പോൾ വടകരയിലെ കാര്യം വേറൊരു കാര്യം എന്താ വെച്ചാൽ, മഴ നിന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അവിടുത്തെ തർക്കങ്ങളും അവിടുത്തെ വിവാദങ്ങളും അവിടുത്തെ പോർവിളികളും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ തരത്തിലൊരു സ്ത്രീവിരുദ്ധമായ പ്രസ്താവന വരുന്നത്. പക്ഷെ ഞാൻ ഓർക്കാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ സ്വന്തമായ ആർമിയൊക്കെ ഉള്ള ഒരു വിദ്വാൻ മുമ്പ് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു ഹയർ സെക്കൻഡറി പ്രായപരിധിയിലുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് കൂവിയ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അന്ന് ആ പെൺകുട്ടി അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എന്ന് അവകാശപ്പെടുന്ന നേതാക്കളുടെ ധൈര്യവുമായി തുലനം ചെയ്തു നോക്കുകയാണ്. അത്രത്തോളം പ്രായത്തിന്റെ പക്വതയിൽ നിന്നുകൊണ്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഒരൊറ്റ കൂവൽ, ഒരൊറ്റ വിരൽ ചൂണ്ടൽ, ഒരു തിരുത്ത് അവിടെ നിന്നുണ്ടായില്ല എന്നതിനെ ഞാൻ വലിയ നാണക്കേടോടുകൂടി കാണുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. പൊതുവെ നമ്മുടെ ആളുകളുടെ ഭാഷ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നീ ആണാണെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ ആണത്തം എന്നുള്ളൊരു വാക്ക് അതൊരു മൂല്യമായിട്ടാണ് നമ്മുടെ ഭാഷയിൽ വരുന്നത്. മിക്ക ആളുകൾ സംസാരിക്കുമ്പോൾ പൗരുഷം എന്നുള്ളൊരു വാക്ക് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വ്യാകരണത്തിൽ തന്നെ അവൻ എന്നുള്ളത് പുല്ലിംഗമാണ്, അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അത് എന്നുള്ളത് നൗസലിംഗാണ്. അവൾ എന്നുള്ളത് സ്ത്രീലിംഗമാണെന്ന് പറയുമ്പോൾ ലിംഗം എന്നുള്ളത് ഒരു പുരുഷ സൂചകമായ പദമാണ്, അതിനുവരെ നമുക്ക് വാക്കില്ല. ആ അളവിൽ നമ്മുടെ ഭാഷ തന്നെ പലപ്പോഴും സ്ത്രീവിരുദ്ധമായി പെരുമാറുന്നു. അത് പൊതുവെ ആളുകൾക്ക് ഉപയോഗിക്കുന്നു. ഇപ്പം നമുക്കിപ്പോൾ ആദർശ പുരുഷൻ എന്ന് വാക്കുണ്ട്, ആദർശ സ്ത്രീ എന്ന് വാക്കില്ലല്ലോ. ചരിത്ര പുരുഷൻ എന്ന് വാക്കുണ്ട്, ചരിത്ര സ്ത്രീ എന്ന് വാക്കില്ല. ഏത് ഇവിടെ നമ്മുടെ അക്കാമ്മ ചെറിയാനും ആനി മസ്ക്രീനും ക്യാപ്റ്റൻ ലക്ഷ്മിയും സുശീല ഗോപാലനും ഗൗരിയമ്മയൊക്കെ ജീവിച്ച ഭാഷയായത് മലയാളം. അപ്പോൾ ഇതിൽ ഈ തരത്തിലൊന്നും നമുക്ക് വാക്കില്ല. അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് ഒരുപാട് പരിമിതികളും കൊള്ളരുതായ്മകളും ഉണ്ട്. നമ്മുടെ പഴഞ്ചൊല്ലുകളൊക്കെ ആകാവുന്നതിലധികം സ്ത്രീ വിരുദ്ധമാണ്. പെൺബുദ്ധി എന്നുള്ളൊരു ഒരു പ്രയോഗം ആലോചിച്ചാൽ മതി. അപ്പം ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ വ്യക്തിപരമായ വലിയ അധിക്ഷേപങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു റിപ്പോർട്ടിൽ വായിച്ചത്, ആഗോള വ്യാപകമായി തന്നെ പുരുഷന്മാർ സംസാരിക്കുമ്പോൾ ഈ ഒരു സ്വഭാവമുണ്ട് എന്നാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ 12 മാസത്തിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകൾ 17 തവണ സ്ത്രീവിരുദ്ധമായി സംസാരിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചത്. അതിലാരൊക്കെ? ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ടർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ, നൈജീരിയയിൽ ഇപ്പോൾ 2023 സ്ഥാനമൊഴിഞ്ഞ മുഹമ്മദ് ബുഹാരി അവിടുത്തെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ ഐഷ ബുഹാരി അദ്ദേഹത്തിൻ്റെ ഭരണത്തെ വിമർശിച്ചു. ആ വിമർശനം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? അവൾക്ക് എൻ്റെ അടുക്കളയിലും എൻ്റെ കിടപ്പറയിലുമല്ലേ സ്ഥാനമുള്ളൂ എന്നാണ്. അപ്പം ഇത് മുഹമ്മദ് ബുഹാരിയുടെ ഈ പ്രസ്താവന അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മിക്ക ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംഗതിയായി. അതായത് സ്ത്രീക്ക് എവിടെയാണ് സ്ഥാനം? അത് കിടപ്പറയിലും അടുക്കളയിലും എന്നാണ്. ആലോചിച്ച് നോക്കൂ, 33% ലോക്സഭയിലേക്ക് സംവരണം വേണം സ്ത്രീകൾക്ക് എന്ന് ഉള്ള കാര്യം നമ്മൾ കൈയടിച്ച് പാസ്സാക്കി. ഹൈദരാബാദിലെ ഉവൈസിയുടെ പാർട്ടി ഒഴിച്ചുള്ള 2 മെമ്പർമാരൊഴിച്ച് ബാക്കി എല്ലാവരും അതിനെ അനുകൂലിച്ച് ലോക്സഭ പാസ്സാക്കി. പക്ഷേ ഇത്തവണത്തെ 2024 ഇലക്ഷനിൽ എത്ര പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളുടെ ഇടയിൽ സ്ത്രീകൾക്ക് ഈ അളവുള്ള സ്ഥാനം കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ പറയുന്നതാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം സാമാന്യമായി സ്ത്രീവിരുദ്ധമാണ്. നമ്മുടെ മിക്ക ഭാഷകളും സ്ത്രീകൾക്കെതിരാണ്. സ്ത്രീ പുരുഷ സമത്വം നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ, മിക്ക പാർട്ടിക്കാരും അവർ ആലോചിക്കാതെയും ബോധത്തിലും അബോധത്തിലും
അവർ സംസാരിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധത വരുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു 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 കരുതൽ നമ്മുടെ ഭാഗത്ത് വേണം. നമ്മൾ ഈ തരത്തിൽ അന്യായം ചെയ്യുന്ന കൂട്ടരാണ് മലയാളികൾ എന്നൊരു താക്കീതായും കൂടി ഹരിഹരൻ്റെ ഈ അങ്ങേയറ്റം പ്രതിഷേധാർഹമായ പ്രസ്താവന ഉപകാരപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശരി മാഷ്, ഞാൻ വരാം. ശ്രീ കെ പി നൗഷാദ് അലി, ഇന്ന് കേട്ട ഏറ്റവും വലിയ ന്യായീകരണം എന്ന് പറയുന്നത്, അല്ല, കെ ശൈലജ ടീച്ചർ നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണല്ലോ, അപ്പം അതുകൊണ്ട് ആരും പോൺ വീഡിയോ നിർമ്മിക്കാൻ പോകില്ല എന്നാണ് കെ എസ് ഹരിഹരൻ ഉദ്ദേശിച്ചത് എന്നാണ് വ്യക്തിപരമായി പലരും പങ്കുവച്ചൊരു ന്യായീകരണമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത്, അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ പറയേണ്ടത്, കേരളത്തിലെ ഏറ്റവും പക്വതയുള്ള അല്ലെങ്കിൽ ഏറ്റവും തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പോൺ വീഡിയോ ഉണ്ടാക്കുന്നതല്ല UDFന്റെ രാഷ്ട്രീയ ബോധ്യം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്ന് ആരെങ്കിലും പടച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ UDF താങ്ങുന്നില്ല, അതിനെ UDF പിന്തുണയ്ക്കുന്നില്ല എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിലെ ഈ പറയുന്ന സൈബർ ഗുണ്ടകൾ പ്രചരിപ്പിച്ച അതേ വാക്ക്, അതേ മൂല്യം, അതേ സംസ്കാരം ആവർത്തിക്കുകയാണ് പൊതുവേദിയിൽ. അങ്ങനെയൊക്കെ ആരെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിഗതമായ അധപ്പതനമാണ്, അവരുടെ നിലവാരമില്ലായ്മയും അന്തസ്സാര ശൂന്യതയുമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശൈലജ ടീച്ചർ എന്നല്ല, അത് ഈ ലോകത്തുള്ള ഒരു മനുഷ്യനെക്കുറിച്ചും അത്തരത്തിലുള്ള അവരുടെ വ്യക്തിഗതവും അവരുടെ മാനുഷികവും അവരുടെ സ്വത്വപരവുമായ ഇടങ്ങളിൽ കയറി അതിക്രമം കാണിക്കാൻ ആർക്കും അവകാശമില്ല. അതൊക്കെ നിസ്തർക്കമായൊരു കാര്യമാണ്. നിങ്ങളിനി വടകരയിലെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ, വടകരയിൽ അവിടെ ഒരു ബോംബ് പൊട്ടി പിന്നെ ആളുകൾ മരിക്കുകയുണ്ടായി CPMൻ്റെ പക്ഷത്ത് നിന്ന്. അപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് ഒന്ന് രൂക്ഷമാവുകയും അവിടെ ഒരു UDFന് മേൽക്കൈ വരികയും ചെയ്തത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോൺ വീഡിയോ വിവാദമൊക്കെ രംഗത്ത് വരുന്നത്. അതിനെതിരെ ശൈലജ ടീച്ചർ പിന്നെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ FIR ഇട്ടു എന്നതിൽ ഉപരിയായിട്ട് പ്രതികളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പിന്നെ ഇടപെടലിലേക്കും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഈ കാഫിർ എന്നൊരു ആരോപണം വരുന്നത്. ഈ കാഫിർ എന്ന ആ കണ്ടന്റും ആ പോസ്റ്ററും ആദ്യമായിട്ട് ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞ കേരള ഭരണമുള്ള CPM, സദയം ഈ രണ്ട് കാര്യത്തിലും ഒരു വ്യക്തത വരുത്തിയാൽ ആരാണ് ഇതിലൊക്കെ അപരാധികളെന്ന് വളരെ കൃത്യമായിട്ട് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ പറയപ്പെട്ട ആൾക്ക് ഹരിഹരന് ഇവിടെ ഒരു അബദ്ധവും പിഴവും ഒരു വീഴ്ചയും അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട ആ ഖേദപ്രകടനവും മാപ്പ് പറച്ചിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ആ വേദിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ വേദിയിൽ ഒരു നേതാക്കളും ഇരിപ്പില്ലായിരുന്നു. ഓരോ പ്രാസംഗികനായിട്ട് അവരവരുടെ ഊഴം വരുമ്പോൾ ചെന്ന് കയറി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു ആ വേദിയുടെ ഇന്നലത്തെ ആ ക്രമീകരണത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഒരു പശ്ചാത്തലം. അവിടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ RMPയുടെ രമയുണ്ട്, വേണുവുണ്ട്, അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഒരുപാട് പ്രസംഗിച്ച് കഴിഞ്ഞ് അവസാന ഊഴക്കാരനായിട്ടാണ് KS ഹരിഹരൻ അവിടെ പ്രസംഗിക്കാൻ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തിരുത്തലുണ്ടായില്ല എന്ന് പറയുമ്പോൾ നേതാക്കളൊക്കെ അവരവരുടെ വഴിക്ക് സ്ഥലം വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രസംഗം തന്നെ നടന്നത്. സംസാരിച്ചതിന് ശേഷം ആ വേദിയിൽ ആരും സംസാരിച്ചില്ലേ? KS ഹരിഹരൻ സംസാരിച്ചതിന് ശേഷം ജനഗണമനയായിരുന്നോ? അത് അല്ല, ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ പിന്നെ ഞാൻ ഇന്നലെ വടകരയിൽ ആ പരിപാടി തുടങ്ങുന്ന സമയത്തുണ്ടായതുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് ഞാനീ പറഞ്ഞത്. അവിടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരിസരത്ത് ആരുമില്ല, വേദിയിൽ അദ്ദേഹം മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് പിന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, സംസാരം കഴിഞ്ഞ ഉടനെ തിരുത്താൻ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആ ബോധ്യം അദ്ദേഹത്തിന് എവിടുന്നാണ് ഉണ്ടാകുന്നത്? പിന്നെ ആ വാർത്ത അപ്പോൾ അറിഞ്ഞു. ആ പരിപാടി തീരും മുമ്പ് പ്രതിപക്ഷ നേതാവ് അത് അറിഞ്ഞെങ്കിൽ ഈ പറയുന്ന KS ഹരിഹരനോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഫോൺ വിളിച്ച് നിർദ്ദേശിക്കാൻ തിരുത്തൽ ഉണ്ടാകണമെന്ന്, അല്ലെ? പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യം ഉയർന്നിരുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അറിഞ്ഞെങ്കിൽ നേരിട്ട് വിളിച്ചു പറയാം, സംഘാടകരെ വിളിച്ചു പറയാം, തിരുത്തിയിട്ട് വേദി വിടണമെന്ന്. അല്ല ഇവിടെ അത് തിരുത്തിയതിന് കാരണം അത് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള നേതൃതലത്തിലുള്ള എങ്ങനെ ന്യായീകരിക്കും? എന്തെങ്കിലും ന്യായീകരിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? അതൊക്കെ നിങ്ങൾ അല്ല
ഒരു കാര്യം ഞാൻ മാധുവിനോട് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഉദ്ദേശശുദ്ധിയുള്ള ഒരുപാട് മനുഷ്യരെ സ്ത്രീവിരുദ്ധരാക്കിയിട്ട് നിങ്ങൾക്കൊരു നേട്ടവും നേടാനില്ലല്ലോ മാധു. സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ പിന്നെ പുണ്യവാന്മാരാക്കാൻ കഴിയുമോ? ശ്രീ കെ പി നൗഷാദ് അലി സ്ത്രീവിരുദ്ധരാക്കാനല്ലേ കഴിയുള്ളൂ? നിങ്ങൾ പറയരുത്, അങ്ങനെ പറയുന്നത് അത് അനാരോഗ്യകരമാണ്. സ്ത്രീവിരുദ്ധത പറഞ്ഞോ കെ എസ് ഹരിഹരൻ? സ്ത്രീവിരുദ്ധത പറഞ്ഞാൽ സ്ത്രീവിരുദ്ധനാണ്, പുണ്യവാനല്ല. അല്ല, ഒരു തർക്കവും ഇല്ലല്ലോ. അതിനൊക്കെ ആരെതിർത്തു? ഇവിടെ എല്ലാവരും അതിനോട് യോജിച്ചു എന്ന മട്ടിലൊക്കെ പറയേണ്ടത് CPM-കാരുടെ ബാധ്യതയാവാം. അത് മാധു അതേപടി പ്രതിനിധീകരിക്കരുത്. ഞങ്ങളൊന്നും ഹരിഹരനെ അനുകൂലിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തെ നിശ്ചിതമായിട്ട് എതിർക്കുകയും അദ്ദേഹത്തിന്റെ നാക്ക് പിഴവോർത്ത് സ്വയം ലജ്ജിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഹരിഹരനെ ഇവിടെ കോർട്ട് മാർഷൽ ചെയ്യാനോ മുക്കാലി കെട്ടി അടിക്കാനോ അല്ലെങ്കിൽ പണ്ട് മുഗൾ കാലം കൈയടിക്കാനുണ്ടായ ആർജവം തിരുത്താനില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? കൈയടിക്കാനുണ്ടായ ആർജവം തിരുത്താനില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, അതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ നേതാക്കളും ഇവിടെ പരസ്യമായിട്ട് രംഗത്ത് വന്ന് തിരുത്താൻ വേണ്ടി പറയുകയും തിരുത്തുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ മുഖ്യ സംഘാടകനായ കോഴിക്കോട് DCC പ്രസിഡന്റ് രാവിലെ ശരിയാണ്. ഇതൊക്കെ ഏതു സമയത്തെ എന്നാണ് ശ്രീ കെ പി നൗഷാദ് അലി ചോദിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീവിരുദ്ധത, മുറ്റിയ സ്ത്രീവിരുദ്ധത വിളമ്പാനുള്ള ഇടമാണോ UDF-ന്റെ വേദി? ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട ആദ്യ സെക്കൻഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയും പോലെ ഈ ഹരിഹരൻ പ്രസംഗിക്കുമ്പോൾ കണ്ണും കാതും കുറിപ്പിച്ച് അതിനെ ഫോളോ ചെയ്ത് ഇരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ആളുകളൊക്കെ ഒരു പരിപാടി അതിൻ്റെ 80% പിന്നിട്ട് കഴിഞ്ഞൊരു പ്രസംഗം നടക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു പതിവൊന്നും പരിപാടികളിൽ ഉണ്ടാകണമെന്നില്ല. അതിന് മാതൃഭൂമി ചാനൽ നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏകാഗ്രതയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്തു പോകും. അത് ബോധ്യപ്പെട്ട് മനസ്സിലായ അടുത്ത നിമിഷം തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഒരടുത്ത നിമിഷവുമില്ല, മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരുത്തുണ്ടായത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്, പിന്നീട് തിരുത്തുണ്ടായത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അത്രയും നേരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്നേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അപ്പോൾ തന്നെ, ഈ പരിപാടി തീരുമ്പോൾ തന്നെ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അത് സംഭവിച്ചില്ല, ആ വേദിയിൽ അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ തന്നെ ആണ് ഇതൊക്കെ പറയുന്നത് ശ്രീ കെ പി നൗഷാദ് അലി? അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ സാധിക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഹരിഹരൻ അത് ചെയ്തിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് സാധിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ, കാരണം ബോധ്യം മാറണമല്ലോ. നിങ്ങൾക്ക് സാധിക്കാൻ കുറച്ച് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കുറ്റവാളി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞങ്ങൾക്കല്ല, അല്ലല്ല, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറ്റവാളിയല്ല, സ്വയം ഉണ്ടാക്കിയെടുത്ത കുറ്റമാണ്, സ്വന്തം കമ്മിറ്റ് ചെയ്ത കുറ്റമാണ്. ആർക്കും അതിലൊരു ഉത്തരവാദിത്വമില്ല. കോൺഗ്രസിന് ഇല്ലാത്ത ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എവിടെ നിന്നുണ്ടാവാനാണ്? UDF-നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എവിടെ നിന്നുണ്ടാവാനാണ്? അല്ല, അപ്പോൾ CPM-നെതിരെ ഉയരുന്ന വിഷയങ്ങളിലേക്ക് CPM ഇന്നത്തെ ഒരു ദിവസം കുറ്റവാളി CPM ആകട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ചർച്ചകളിലാണോ ഇത്രയും കാലം കെ പി നൗഷാദ് അലി പങ്കാളിയായിരുന്നത്? അത് അവനവനെതിരെ വരുമ്പോൾ മാത്രം പെട്ടെന്ന് അങ്ങനെ ഒരു ബോധ്യം? അതല്ല മാധു, അല്ല അങ്ങനെയല്ല മാധു. അങ്ങനെയാണെങ്കിൽ മാധുവിന്, ഞാൻ പറയുന്ന മാധുവിന്റെ വികാരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന, മാധുവിന്റെ വാചകങ്ങളെ 80% ശരിവെക്കുന്ന, ഇതിനകത്തുള്ള വികാരവും അതിനകത്തുള്ള പ്രതിഷേധവും ഒക്കെ ചേർന്ന് പോകേണ്ടതാണ് എന്ന് പറയുന്ന ഒരാളും പാർട്ടിയും മുന്നണിയുമാണ് ഞാനും കോൺഗ്രസും UDF-ഉം. നമുക്ക് തമ്മിൽ വ്യത്യസ്തമായൊരു സ്വരം മുഴക്കേണ്ട കാര്യമില്ല. തെറ്റാണ്, വീഴ്ചയാണ്, സംഭവിച്ചു പോയി. ഇനി എന്താ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അത് ചെയ്തു. ഇനി കൂടുതൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ച് അതും ചെയ്യാം. ഇതിനപ്പുറത്ത് ഒരു സന്നദ്ധത വേറെ എന്തായാലും ആ പരിപാടിയിൽ അവസാനം സംസാരിച്ചത് ഷാഫിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ അല്ലല്ല. ഒരു നിമിഷം, ശ്രീ കെ പി നൗഷാദ് ആ പരിപാടിയിൽ അവസാനം സംസാരിച്ചത് ഷാഫിയാണ്. എന്നിട്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ KS ഹരിഹരൻ സംസാരിച്ചതിന് ശേഷം ജനഗണമന പാടി എല്ലാവരും പിരിഞ്ഞു പോവുകയായിരുന്നില്ല. അതിനു മുൻപ് ആ വിഷയം കേരളം മുഴുവൻ അറിയുകയും വിവാദമാവുകയും ചെയ്തിരുന്നു എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്തു. ശ്രീ മുഹമ്മദ് അഫ്സൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം തിരുത്താൻ തയ്യാറായി എന്നതൊരു മഹനീയമായ കാര്യമാണ്. അങ്ങനെ പൂർവ്വ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് KS ഹരിഹരൻ്റെതൊരു നാക്കുപിഴ, ജാഗ്രത കുറവ്, വീഴ്ച എന്ന രീതിയിൽ ക്ഷമിക്കാൻ CPM തയ്യാറാകാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കെ പി നൗഷാദ് അലി. ഇവിടെ ഹരിഹരൻ അക്ഷന്ത്യവ്യമായിട്ടുള്ള തെറ്റാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബഹുമാന്യനായ നൗഷാദ് അലി ഇവിടെ സൂചിപ്പിച്ചു വെച്ചത് ഹരിഹരന് ശേഷം അവിടെ പ്രസംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം അവിടെ പ്രസംഗിച്ചത് ഷാഫി പറമ്പിലാണ്. നിങ്ങൾക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവിടെ അവസാനം വരെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ
അവസാനം പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായ തെറ്റായ നിലയിലുള്ള ഒരു പ്രസംഗം നടത്തിയത്, അതിനെക്കുറിച്ച് ഒരു അക്ഷരം പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ എന്താ ഉണ്ടായത്? ഇന്നലെ ഈ ഒരു പ്രസംഗം ഉണ്ടായി, മാധ്യമങ്ങളിൽ അത് വാർത്ത വന്നു, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. ആ ഘട്ടത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത സന്ദർഭത്തിൽ UDF അതിനെ തള്ളിപ്പറയേണ്ടി വന്നു, ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു, മാപ്പ് പറയേണ്ടി വന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥി സ്വീകരിച്ചു വരുന്ന സമീപനം ഇത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കാഫിർ പ്രയോഗം. ആ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായ സന്ദർഭത്തിലാണോ വാർത്താ സമ്മേളനം നടത്തി പൊതുവായ നിലയിൽ പ്രതികരണം കൊണ്ടുവരേണ്ടത്? ശക്തമായി പ്രതികരിക്കണ്ടേ? നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കേവലം അധികാരത്തിന് വേണ്ടി മാത്രമാണോ? നമ്മൾ സമൂഹത്തിൽ ഒരു ശരിയായ നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വരേണ്ടതല്ലേ? ആ നിലയിലേക്ക് ഇവർ തയ്യാറായിട്ടുണ്ടോ? കേവലമായി വർഗീയപരമായിട്ടുള്ള പ്രചരണം മാത്രമാണോ ഇവർ നടത്തിയിട്ടുള്ളത്? ടീച്ചർക്കെതിരായിട്ട് എന്തെല്ലാം വ്യക്തി ആരോപണങ്ങൾ ഇവർ നടത്തി. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ മാധുവിന് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തരാം. ഇവിടെ UDF പ്രകടനത്തിൽ ഇവർ വിളിച്ച മുദ്രാവാക്യം വർഗീയതക്കെതിരല്ല, മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല, കോവിഡ് കള്ളി ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാലോ, ഈ കോവിഡിന്റെ സമയത്ത് വാളയാറിൽ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ മരണത്തിന്റെ വ്യാപാരിയാണ് എന്ന് പറയാൻ ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് പറയാത്തത്? ഞങ്ങൾ രാഷ്ട്രീയത്തെ, തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേവലമായി അതൊരു വ്യക്തി ആരോപണങ്ങളിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് നയപരമായി മുന്നോട്ട് വെക്കുന്ന ശരിയും തെറ്റിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഇടതുപക്ഷം വർഗീയതക്കെതിരായി മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇവിടെ UDF നേതൃത്വം വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് വന്നത്. ഇവിടെ എവിടെ കേസെടുത്തു എന്നുള്ളതാണ് ചോദ്യം. എവിടെയെല്ലാം കേസെടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ന്യൂമാഹി പഞ്ചായത്തിനകത്ത് അവിടെ ഒരു വാർഡ് മെമ്പർ ഉണ്ട്, പേര് അസ്ലം എന്നാണ്. യൂത്ത് ലീഗിന്റെ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എന്തിനാ കേസ് രജിസ്റ്റർ ചെയ്തതെന്നറിയോ? വ്യാജ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി. അസ്ലമിനെതിരായി മാത്രമല്ല, ഇവിടെ UDF നിരവധി പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 8ഓളം ആളുകളെ ഇതിനോടകം തന്നെ പ്രതി ചേർക്കപ്പെട്ടു. 2-3 ആളുകളെ അറസ്റ്റ് ചെയ്തു. ചിലർ വിദേശത്തായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് തെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. ഇപ്പൊ മാധുവിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നേരത്തെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന അപരനാമത്തിൽ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ തെറ്റായ നിലയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. ആ നേതൃത്വം കൊടുത്ത ആളിന്റെ പേര് എബിൻ കുടങ്കര എന്നുള്ളതാണ്. ആ എബിൻ അന്ന് ഏതോ KSUവിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ആയിരുന്നു. ഇന്ന് അദ്ദേഹം KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ മുന്നോട്ട് വന്നത് സാക്ഷാൽ കോൺഗ്രസിന്റെ നേതാവ് സരിനാണ്. ഈ പറയുന്ന എബിൻ കുടങ്കരയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് മാത്രമല്ല, ഇവിടെ UDF പല സന്ദർഭത്തിലും ഇതുപോലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലമായി അവർ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രമല്ല, ഇവിടെ UDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ അവർ എല്ലാ കാലത്തും സ്ത്രീ വിരുദ്ധമായ ജാതീയപരമായ അധിക്ഷേപം മുൻനിർത്തി മുന്നോട്ട് വന്ന അനുഭവമല്ലേ ഉള്ളത്? 1957 വിമോചന സമരകാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താ മുദ്രാവാക്യം? നാടു ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിക്കൂ നമ്പൂരി, ഗൗരിച്ചോത്തി പെണ്ണല്ലേ പുല്ലു പറിക്കാൻ പോക്കൂടെ എന്ന മുദ്രാവാക്യം. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നോക്കൂ, ഇത് ആ കാലത്ത് ഈ പറയുന്ന വിധത്തിൽ നടത്തിയത് മാത്രമല്ല, ഈ 2024 മെയ് മാസം 11-ാം തീയതിയും
ഇതുപോലുള്ള ഒരു മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഞങ്ങൾക്ക് വളരെ വിനയ പുരസരം കോൺഗ്രസിന്റെ നേതൃത്വത്തോട് പറയാനുള്ളത്, ഇവിടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആഭാലബുദ്ധം ജനങ്ങളുണ്ട്. അവർ ഈ പറയുന്ന രാഷ്ട്രീയത്തെ മലീമസമായി കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടിനു വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിൽ നീതിയും ധർമ്മവും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ മറക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല എങ്കിലും സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇതിപ്പോ വോട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ വേദിയുമല്ല, രാഷ്ട്രീയ മീൻസ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദിയുമല്ല. അതും കഴിഞ്ഞ് LDFന്റെ വിദ്വേഷ പ്രസംഗത്തിന്, വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വേദിയാണ്. അവിടെ വെച്ചാണ് ഈ പരാമർശം. അപ്പോ ലാഭം എന്തായിരിക്കും? മാധു, തെരഞ്ഞെടുപ്പിൽ വളരെ നിലവാരം കുറഞ്ഞ ഭാഷ, വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും ഭാഷ ഉപയോഗിക്കുന്നതിലൊരു മിടുക്കനാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. വലിയ ഉദാഹരണം അതാണ്. അദ്ദേഹം മുസ്ലിം സമൂഹത്തിനെതിരായിട്ട്, അതുപോലെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കെതിരായിട്ടൊക്കെ രാഷ്ട്രീയമല്ല പറയുന്നത്. അതിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിലുള്ള അപജയത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രതീകമാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ്. ആ കസേരയിലിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം ഒരു വിശ്വപൗരൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം ഏതളവിൽ കെട്ടളിഞ്ഞു പോയി എന്ന് പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പല രൂപാന്തരങ്ങളൊക്കെ പലപ്പോഴും കേരളത്തിൽ വരുന്നു. അതുപോലെ ഇതിൽ ഈ വടകരയിലുള്ള കാര്യത്തിൽ എനിക്ക് എന്നെപ്പോലെ ജനാധിപത്യ വിശ്വാസികളായ അനേക ലക്ഷം ആളുകൾക്കൊരു ബേജാറുള്ളത്, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് സാമുദായിക സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ലഹളകൾ നടന്നിട്ടുള്ള ഒരു നാദാപുരമായുള്ള പല സ്ഥലങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് വടകര ലോക്സഭാ മണ്ഡലം. അവിടെ ആളുകൾ മറക്കുകയോ പൊറുക്കുകയോ ചെയ്ത കാര്യങ്ങളൊക്കെ മാന്തി പുണ്ണാക്കാനാണ് ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനങ്ങളും ഗ്വാഗ്വാവിളികളും വെല്ലുവിളികളൊക്കെ നിർഭാഗ്യവശാൽ ഉപകാരപ്പെടുക എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. എന്നെപ്പോലെ ആശങ്കയുള്ള അനേക ആളുകളുണ്ടാവും. അപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവിടെ ഈ തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ലാഭം നഷ്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടെ ആളുകളുടെ ഇടയിൽ ചേരിതിരിവ്, ധ്രുവീകരണം, പോളറൈസേഷൻ രൂപം കൊള്ളും. അതിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണോ ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിലേറെ കഷ്ടമാണ്. അതിലിപ്പോൾ രണ്ട് ഭാഗത്തും പല തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങൾ ഞാൻ കണ്ടിട്ട് അതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ തരത്തിലിപ്പോൾ ഇവിടെ ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടാത്ത പല വാക്കുകളും അതൊക്കെ ഉപയോഗിച്ചിട്ട് സൈബർ രംഗത്ത് ഈ തരത്തിലുള്ള ദുഷ്പ്രചാരണം നടത്തിയത് ആരാണ് എന്ന് കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സൈബർ പോലീസ് വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ പ്രശ്നം തണുപ്പിക്കാനുള്ള ആദ്യത്തെ പണി അത് ആരാണെന്ന് കണ്ടെത്തുകയാണ്. അത് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ഭരണകക്ഷി, ഭരണമുന്നണി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവിടെ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആളെ കണ്ടെത്തുന്ന ആളുകൾക്ക് അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം റുപ്യ ഇനാം വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ ആ അളവിൽ അവരല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് സത്യം അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സത്യം നമ്മളോട് പറയേണ്ട ഉത്തരവാദിത്തം, മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. ആ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, നിർവികാരത, നിശബ്ദത തീർത്തും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. അത് അന്തരീക്ഷം വഷളാക്കുന്നതാണ്. ശരി, അഫ്സൽ അതിന് മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുമ്പ് ശ്രീ കെ പി നൗഷാദ് അലി, പോരാളി വാസു സോഷ്യൽ മീഡിയയിൽ അങ്ങേക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പോൾ 6 മണിക്കൂർ മുമ്പിട്ടൊരു പോസ്റ്റാണ്. ആരൊക്കെ തള്ളി പറഞ്ഞാലും അദ്ദേഹം എനിക്ക് വായിക്കുന്നതിൽ ഉളുപ്പുണ്ട് കേട്ടോ. എന്നിരുന്നാലും ആരൊക്കെ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു ബ്ലൂ ഫിലിം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ കൊള്ളുന്നവരെ വെച്ച് ഇറക്കണം. കൊള്ളാത്തവളായതുകൊണ്ട് പടം പൊട്ടി, അടുത്ത പ്രാവശ്യം പടം ഇറക്കുമ്പോൾ കൊള്ളാവുന്നവരെ വെച്ച് ഇറക്കണേ ഗോവിന്ദ എന്നാണ് ആ വാക്കുകൾ.
ഈ പേജ് ഒന്ന് കയറി നോക്കണം. അത് മുഴുവൻ UDF-ന്റെയും KSUവിന്റെയും ഒക്കെ പ്രചാരണമാണ്. നിങ്ങളുടെ ഹാൻഡിലാണ്, നിങ്ങളുടെ അനുഭാവമുള്ള ഹാൻഡിലാണ്. ഇതാരാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തർക്കമുന്നയിക്കാമെങ്കിലും നിങ്ങളോടാണ് രാഷ്ട്രീയാഭിമുഖ്യം. ഇതൊക്കെ വിളവെടുപ്പാണോ? മധു, ഞാൻ ഈ പോരാളി വാസു എന്ന് പറഞ്ഞ ഹാൻഡിൽ ഫോളോ ചെയ്യുന്ന ആളല്ല. ഞാനത് ഇങ്ങനെ ഒരു പേരൊക്കെ ഇങ്ങനെ കുറേ പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത് കേട്ട് എന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് ബന്ധമില്ല. ഇങ്ങനെയുള്ള ആഭാസന്മാരെയും അല്പന്മാരെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇനി ഞാൻ വേറൊരു കാര്യം, ഇവിടെ ശ്രീ അഫ്സൽ ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ CPM-ന്റെ നയവും ആദർശമൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിനൊന്നും എണ്ണി മറുപടി പറയുന്നില്ല, ഒറ്റ വാചകം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇവിടെ ഈ പറഞ്ഞ വടകരയിൽ തന്നെയാണ് നമ്മുടെ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്. ആ വണ്ടിയുടെ മുകളിൽ മാഷാ അല്ല എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ച ആളുകളായി ഇവര് തലശ്ശേരിയിലെ കൊല്ലാൻ പോയത്. ആദ്യത്തെ ഉത്തരം മുതൽ പോകുന്നത് മുഴുവൻ ചരിത്രത്തിലേക്കാണ്. നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർത്തമാനത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അല്ല, അതല്ല, ഇവിടെ ഒരുപാട് പിന്നെ എൻ്റെ കൂടെയുള്ള സഹപാനലിസ്റ്റ് പറഞ്ഞു, അത് മാധു അനുവദിച്ചു. അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കല്ലേ മാധു? അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ടു. അല്ലല്ല അല്ല, ഞാൻ പോകുന്നില്ല, ഞാൻ വരാം. ഈ വടകര മേമുണ്ടയിൽ മോഡിയുടെ ഫ്ലക്സ് തല്ലിപ്പൊട്ടിച്ച് മദ്രസയെ കൊണ്ടുപോയിട്ടു. അതിന് ഈ പിണറായിയുടെ പോലീസിനെ DYFIക്കാരെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ അവരുടെ സ്ഥിരം കലാപരിപാടികളാണ്. നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി അവരെന്തും ചെയ്യും. അത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അല്ല അതെ അല്ല മാധുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിന് ഒരു 10-1 ഞാൻ പറയുന്നുള്ളൂ. അതിനുപോലെ അനുവദിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ മോശമാണ് മാധു. നിങ്ങളുടെ UDF-ന്റെ ഒരു നേതാവ് നടത്തിയ പരാമർശത്തിൽ നിങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യം അതാണ്, അദ്ദേഹത്തിന്റെ ചുമതലയും അതാണ്. പക്ഷെ നിങ്ങൾക്കെതിരെ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് അതിന് മറുപടിയില്ല. പറയുന്നത് മുഴുവൻ പറയുന്ന രാഷ്ട്രീയ മറുപടികളും, പറയുന്നത് മുഴുവൻ പഴയകാല അതല്ല ഞാൻ മാധു ഇവിടെ അല്ലല്ല നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങൾ നമ്മളുടെ ചർച്ചയിൽ എൻ്റെ ഭാഗത്ത് ഞാൻ പറയണില്ല. ഇവിടെ കാരശ്ശേരി മാഷ് നേരത്തെ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ശുഭോദർക്കമല്ലാത്ത, അദ്ദേഹം ഒരു അഭ്യുദയകാംക്ഷ പ്രകടിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞു മൊത്തം സ്ത്രീ വിരുദ്ധമാണ്, പഴഞ്ചൊല്ലുകളും ആളുകളുടെ പറച്ചിലുകളും എന്നൊക്കെ. ഞാൻ അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടയാൻ കഴിയില്ല എന്നും വാനമ്പാടി എന്ന വാക്കും അതുപോലൊക്കെ തന്നെയുള്ള കണ്ണകിമാരും അങ്ങനെയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളും ചൊല്ലുകളും സ്ത്രീകളുടെ ശാക്തീകരണവും അവരുടെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള കഥകളും ഒക്കെ ഉള്ള ഒരു നാടാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ വളരെ പോസിറ്റീവായി പറയുന്ന കാര്യങ്ങളല്ല. അല്ലല്ല, അതൊന്നും വളരെ പോസിറ്റീവായി പറയുന്ന പഴഞ്ചൊല്ലുകളൊന്നും അല്ല ശ്രീ അല്ലല്ല. അത്തരം ഒരുപടലങ്ങളെ കുറിച്ച് പലരും കേട്ടിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അല്ല, ഞാൻ പോസിറ്റീവാന്നല്ല പറഞ്ഞത്. ഇവിടെ ആണത്തത്തെ പറ്റി നെഗറ്റീവായ പല ചൊല്ലുകളും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഹീറോയിസമാണ് വലുത് എങ്കിൽ അത്തരം ഹീറോയിസം ഒക്കെ ഇപ്പുറത്തും ഉണ്ട്. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയൊന്നും മോശമായിട്ടില്ല, പുഴുക്കുത്തുകൾ മാത്രമേ ഉള്ളൂ. അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ പറയുമ്പോഴോ അതിന് വേറൊരു രീതിയിൽ മുൻവിധിയോടുകൂടി മാധു എടുക്കരുത്. മറ്റ് പാനലിസ്റ്റുകൾക്കൊക്കെ പറയാനുള്ള മാതിരി ഒരു സ്വാതന്ത്ര്യവും സൗകര്യമൊക്കെ എനിക്കും മാധു അനുവദിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അത്തരത്തിൽ സമ്പൂർണ്ണമായിട്ട് പ്രതിലോമകരമായിട്ടുള്ള മെയിൽ ഷോവനിസ്റ്റുകൾ ഉണ്ടാകാം. അവരുടെ കാര്യങ്ങളൊക്കെ അതിര് കടക്കുന്നതിനെ നമുക്ക് മൂക്കുകയറിട്ട് നിർത്താം. അങ്ങനെ ഒരു പൊതുബോധം നമുക്ക് രൂപപ്പെടുത്താം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലും ഇതുപോലെയൊക്കെ ഉണ്ട്. സമ്പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം അങ്ങനെ താഴ്ന്നു നിൽക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പൂരകങ്ങളാണ് പരസ്പരം. അതിലെ കളയും പിന്നെ പതിരും ഒക്കെ മാറ്റി നമുക്ക് ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണം. അതിനകത്ത് തർക്കമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ സന്നദ്ധത ഞങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഹരിഹരൻ ഇവിടെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഹരിഹരനെ ഇനി നിയമപരമായ നടപടികൾ ഈ സർക്കാരോ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ അവിടെയൊന്നും ഹരിഹരനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന പ്രശ്നമില്ല. ഇന്നലെ ആ പരിപാടിയിൽ KK രമ MLA പങ്കെടുത്തിരുന്നില്ല. അവർ ഈ വിഷയം അറിഞ്ഞ ഉടനെ അവരുടെ ആദ്യ പ്രതികരണം തന്നെ ഇതിനെതിരായിട്ട് ഹരിഹരനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പരശതം ലക്ഷം മാനുഷർ ഒത്തുകൂടുമ്പോൾ എല്ലാവരും ലക്ഷണമൊത്തവരാവണമെന്നൊന്നും നമുക്ക് ശഠിക്കാൻ കഴിയില്ല. ചില ആളുകളൊക്കെ ഇത്തരം വീഴ്ച
പറ്റുന്നവരുണ്ടാകാം. അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ആ മുഴുവൻ പുരുഷാരത്തെയും കുറ്റക്കാരാക്കുന്നത് ഇത്തരം വിഷയങ്ങളെ നേരിടുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് വീഴ്ച അല്ലെങ്കിൽ അതൊരു പിന്നോക്കം പോകുന്നതിന് സമാനമാണ്. കാരണം ആ കളകൾ മാത്രം പറിച്ചൊഴിവാക്കിക്കൊണ്ട് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ടെങ്കിൽ അത് നൽകിക്കൊണ്ട് വീണ്ടും ശുദ്ധീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കരണീയമായ അഭികാമ്യമായ ഒരു മാർഗം. കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും പുരുഷാരം നിന്നതുകൊണ്ടാണ് ആ പ്രതികൂട്ടിൽ പുരുഷാരം ആകെ കയറി നിൽക്കുന്നത്. അവർക്കൊരു രാഷ്ട്രീയ സ്വത്വമുള്ളത് കൊണ്ടാണ് ആ രാഷ്ട്രീയ പാർട്ടി ആ പ്രതികൂട്ടിൽ കയറി നിൽക്കുന്നത്. ഇതൊന്നും അങ്ങേക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? എന്തു പറഞ്ഞും ന്യായീകരിക്കുക എന്നുള്ളത് ഇന്ന് അങ്ങയുടെ ഉത്തരവാദിത്തമായി പോയി. ഇടവേള. ശ്രീ മുഹമ്മദ് അഫ്സൽ, ഇപ്പോൾ കെ എസ് ഹരിഹരൻ ഒരു ദിവസം ഒരു സുപ്രഭാതത്തില്ല, കുറെ കാലമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ സജീവമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലുണ്ടായ രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹം CPM-ന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം CPM-ൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് RMPയുടെ ഭാഗമൊക്കെ ആവുകയും ചെയ്തു. കണ്ണൂരിൽ, വടകരയിൽ ഒക്കെ കെ എസ് ഹരിഹരൻ പ്രതിനിധാനം ചെയ്യുന്ന CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ, RMPയുടെ ഒക്കെ മുഖത്തടിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ CPM ഇതിനെ ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനം കൂടി UDF-ന്റെ ഭാഗത്തു നിന്ന് ശക്തമാണ്. അതായത് ഈ പറയുന്ന കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ അത്രത്തോളം പ്രശസ്തനല്ലാത്ത, നിലവിലെന്ന് മാത്രമാണ് കേട്ടോ പറയുന്നത്, അദ്ദേഹം മുൻകാല രാഷ്ട്രീയത്തിൽ എത്രത്തോളം സജീവമായിരുന്നതൊക്കെ വലിയ ചരിത്രമാണ്, അത് നിൽക്കട്ടെ. അതായത് അദ്ദേഹത്തോടുള്ള കുടിപ്പക കൂടി ഉപയോഗിക്കുന്നുണ്ട് CPM ഇതിന് എന്നൊരു വിമർശനം UDF-നുണ്ട്. ഒരിക്കലുമില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷയാധിഷ്ഠിതമായി നിലപാട് സ്വീകരിച്ചു പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നലെ നടത്തിയ പ്രസംഗം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതെങ്കിലും ഒരു മനുഷ്യന് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ കെ എസ് ഹരിഹരനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നിസാരവൽക്കരിച്ച് പറഞ്ഞത്, ലക്ഷത്തിലൊരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ്. ലക്ഷത്തിൽ പെട്ട ഒരാളാണോ കെ എസ് ഹരിഹരൻ? കെ എസ് ഹരിഹരൻ എന്ന് പറഞ്ഞാൽ RMPIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ബുദ്ധിജീവിയാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേവലമായി ആദ്യമായി ഈ മെയ് മാസം 11-ാം തീയതി വടകര ടൗണിനകത്ത് പ്രസംഗം നടത്തിയ ആളല്ല, നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നയാളാണ്. കെ എസ് ഹരിഹരൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം ഈ വടകരയിലും നമ്മുടെ നാടിനകത്തും ഒക്കെ നടത്തിയിട്ടുള്ള പ്രചാരണമാണ് ഇന്നലെ തുറന്നു കാണപ്പെട്ടത്. ഇത് തെറ്റായ ഒരു രീതിയാണ്. ഈ രീതിയെ നമ്മൾ അപലപിക്കുകയും ഇതുപോലുള്ള പ്രസ്താവനകൾ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചിലർ ഹരിഹരനെ പോലുള്ള ആളുകളെ റോൾ മോഡലാക്കുന്നത് UDF നേതൃത്വം, UDF ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ നേരത്തെ പല കാര്യങ്ങളും സൂചിപ്പിച്ചല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ എന്ന നാമധേയത്തിൽ ഒരു പേജ് തയ്യാറാക്കിക്കൊണ്ട് തെറ്റായ പ്രവർത്തനം നടത്തിയപ്പോൾ, ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ, നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നാടിനോട് പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ തള്ളിപ്പറയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ദൗർഭാഗ്യവശാൽ UDF-ന്റെ ഭാഗത്തു നിന്ന്, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വടകരയിലെ ജനങ്ങൾ മാത്രമല്ല, മലയാളികളായ മുഴുവൻ ആളുകളും ഈ UDF-ന്റെ നെറികെട്ട രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ സമീപനം ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. നേരത്തെ കെ സുധാകരൻ ഉൾപ്പെടെ 2021 നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. പുരുഷനേക്കാൾ മെച്ചപ്പെട്ടയാളല്ല സ്ത്രീ ഒരു മോശപ്പെട്ട ആളാണ് എന്ന ഒരു ധ്വനി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന. അന്നൊന്നും ഇത് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളും, അതായത് ഇപ്പോൾ മാധുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറാണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തിലാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ അസ്തിത്വത്തിൽ അറിയപ്പെടേണ്ടെന്ന കുറേ ആളുകളുണ്ട്. അവർ ആ അർത്ഥത്തിൽ അറിയപ്പെടേണ്ടവരല്ല, സ്ത്രീകളാണ്, അവർ രണ്ടാം തരം പൗരന്മാരാണ് എന്ന നിലയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരായ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോവുക, പുരോഗമിക്കുക?
ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചു വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നേരത്തെ കാരശ്ശേരി മാഷ് ഇവിടെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. നേതാക്കളായി സ്ത്രീ വിരുദ്ധതയുടെ അപ്പോസ്തലന്മാര്, നിങ്ങൾ ഇതിങ്ങനെ ചുമ്മാ അനുഭവിച്ചു കൊടുക്കരുത് ഇത്തരത്തിലുള്ള ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ള അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അത് അച്യുതാനന്ദൻ തൊട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഞങ്ങളെ ചവച്ച് തുപ്പി എറിഞ്ഞ മാലിന്യം എന്നൊക്കെ സ്ത്രീകളെ പറ്റി പറഞ്ഞത് മാധുനാന്ന് ഓർമ്മയില്ല. ഒരു മിനിറ്റ് അല്ല, ഞാൻ പറയാം. എന്നോടാണല്ലോ ചോദ്യം. ഒരു മിനിറ്റ് ശ്രീ അഫ്സൽ. അല്ലല്ല, നോക്കൂ കെ രമയ്ക്കെതിരെ MM മണി നിയമസഭയിൽ മഹതി എന്ന പരാമർശം നടത്തിയപ്പോൾ അന്ന് ഞാൻ ഈ പറയുന്ന ഏറ്റവും അടുത്ത ചരിത്രമാണ് കേട്ടോ പറയുന്നത്. അന്നും ഇവിടെ ചർച്ചയുണ്ടായിരുന്നു. ഞാനാണ് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. അന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതേപോലെ വന്നു നിന്ന് ഒരു ഇടവേളകളും ഇല്ലാതെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു പറയുമ്പോൾ മാത്രം അവർക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്ന നിലപാടെടുക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഇന്നത്തെ വിഷയമാണ് ചർച്ച. അതിൽ അവർ പറയും, ചിലപ്പോൾ കേൾക്കേണ്ടി വരും. നൗഷാദ് അലി ഇപ്പോ എത്ര ക്യാപ്സ്യൂൾ ഇറക്കിയാലും ഹരിഹരന്റെ നാവിൽ നിന്ന് വന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ തെറ്റായ പ്രതികരണത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലേക്ക് കടന്നു വരൂ. ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ കേസിനകത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര ആളുകളുണ്ട്? മെൽബിൻ ഈ സന്ദർഭത്തിൽ വടകരയിൽ തെറ്റായ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടയാളാണ്. അസ്ലം ഈ സന്ദർഭത്തിൽ തെറ്റായ പ്രചരണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളാണ്. ഞാൻ ഓരോ ആളിന്റെയും പേര് പറയുന്നില്ല. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 ആളുകളിൽ 5 പേരും UDFന്റെ ആളുകളാണ്. ഇതാണ് പ്രശ്നം. നിങ്ങളിപ്പോ ഈ പറയുന്ന അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണെന്ന് പറയാനുള്ള ധാർമ്മികതയെങ്കിലും UDFന്റെ നേതൃത്വം കാണിക്കണമെന്നേ ഞങ്ങൾക്ക് ഇവിടെ പറയാം. ശരി, അവസാന മിനിറ്റുകളാണ്. ശ്രീ എം എൻ കാരശ്ശേരി, LDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതിപ്പോൾ മാധ്യമങ്ങൾ കണ്ടു തുറന്നിരിക്കുന്ന ഒരു വേദിയിൽ, ഏറ്റവും ശ്രദ്ധേയമായ വേദിയിൽ നടത്തിയ പരാമർശമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ എത്ര വേദികളിൽ മാധ്യമങ്ങളില്ല എന്ന ഉറപ്പിൽ, എന്ന ധൈര്യത്തിൽ, കുടുംബ കൂട്ടായ്മകളിലൊക്കെ സമാനമായ എത്രയെത്ര പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നത് അതെന്തൊരു ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അത് നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അന്യായത്തെയും അക്രമത്തെയും അനീതിയെയും എതിർക്കുക. അതിന് പകരം ഇവിടെ വ്യക്തികളെ ആക്ഷേപിക്കുക, ചില സമുദായങ്ങളെ പ്രീണിപ്പിക്കുക, ചില സമുദായങ്ങളെ പ്രകോപിപ്പിക്കുക, പുരോഹിതന്മാരെ പ്രീണിപ്പിക്കുക, അങ്ങനെ ആളുകളെ വിവേകം കൊണ്ട് ആളുകളെ ഉയർത്തേണ്ട ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിന് വിചാരമാണ് ഉപകരിക്കുക, വികാരമല്ല. ആ വികാരം കൊണ്ടാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പോലും വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങേ അറ്റത്തെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ ആളുകളെ ബോധവൽക്കരിക്കുക. അപ്പോൾ സമത്വം എന്നുള്ള പ്രധാനപ്പെട്ട ആശയം, അതിലൊന്നാണ് സ്ത്രീ പുരുഷ സമത്വം. നീതിക്ക് വേണ്ടത് സമത്വമാണ്. അപ്പോൾ ആ സമത്വത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് മതപുരോഹിതന്മാർക്ക്, മതസമുദായ സംഘടനകളുടെ അപ്പോസ്തലന്മാർക്ക് ബുദ്ധിമുട്ടാവോ എന്ന് ആലോചിച്ച് ഒന്നുകിൽ മൗനം കൊണ്ട് അവരുടെ നിലപാടിനെ അനുവദിക്കുക, അല്ലെ വാക്കുകൊണ്ട് അനുകൂലിക്കുക തുടങ്ങിയുള്ള അനവധി ജീർണതകൾ, ജനാധിപത്യ വിരുദ്ധമായ, സമത്വ വിരുദ്ധമായ അനവധി കാര്യങ്ങൾ വരുന്നു. നീതി എന്നുള്ളൊരു സംഗതി സാമാന്യമായി അവഗണിക്കപ്പെടുന്നതാണ് മിക്ക സമയത്തും നമ്മൾ കണ്ടത്. അതിൻ്റെ ഉദാഹരണങ്ങൾ അപൂർവമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ പത്രങ്ങളിൽ വരുമ്പോൾ കാണും, അല്ലെങ്കിൽ TV യിൽ വരുമ്പോൾ കാണും. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതളവിൽ ശകാരനിഷ്ഠമായി തീർന്നിരിക്കുന്നു. തെറി പറയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, തല്ലുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, കൊല്ലുക എന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതാണല്ലോ നമ്മുടെ ഭാഷയിലൊരു വാക്ക്, രാഷ്ട്രീയ കൊലപാതകം. കൊലപാതകം എങ്ങനെ രാഷ്ട്രീയമാവുക? ശരി, അങ്ങനെ വല്ലാതെ ധരിച്ചു വശായ പലതരം അരാഷ്ട്രീയതകൾ കൊണ്ടാണ് നമ്മൾ ഈ സാമൂഹ്യ ജീവിതം പൂർത്തിയാക്കുന്നതെങ്കിൽ അതിലൊരു തിരുത്ത് അനിവാര്യമാണ്. ഇനി ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന്, രാഷ്ട്രീയത്തിന് ഒക്കെ പണിയെടുത്തു ജീവിക്കാൻ തയ്യാറായി ഇറങ്ങിപ്പുറപ്പെടുന്ന സ്ത്രീകൾ ഒരുമ്പെട്ടവരല്ല എന്ന കാഴ്ചപ്പാടെങ്കിലും സമൂഹത്തിന് ഉണ്ടാകണമെന്നതൊരു അഭ്യർത്ഥനയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.